ഷെബിയാണ് എന്നോട് പറഞ്ഞത്, ബഷീർക്ക നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ വല്ല ട്രാവലൊക്കെ ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ട്രാവൽ വ്ളോഗ് ചെയ്തുകൊണ്ട് അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നത് ഒരു കൊല്ലായി. നമ്മൾക്ക് വേണ്ട ഡ്രസ്സുകള് ഞാൻ കുറെ വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ഡ്രസ്സുകൾ സ്പോൺസർ ചെയ്യുന്നത് കറക്റ്റ് ഷെബിയാണ്. ഇത് അൻവറാണ്, ഷെബിയുടെ ഫ്രണ്ടാണ്. അൻവറിന്റെ ഷോപ്പാണിത്. ഇത് വളാഞ്ചേരി തന്നെ അല്ലേ? ഷോപ്പിന്റെ പേര് ഐവിൻ സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത്? സ്പോർട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫുട്ബോള്, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ജേഴ്സികള്, അത് കൂടാതെ ഇങ്ങനെയുള്ള ആക്റ്റീവ് വെയറും ഉണ്ട് അല്ലേ? ഓക്കെ. എത്രയാണ് നിങ്ങളുടെ ആക്റ്റീവ് വെയർ ഏറ്റവും താഴെ മുതൽ ഏറ്റവും മുകളിൽ വരെ? നമുക്കൊരു 299 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. വരുമ്പോൾ 1500 റേഞ്ചില്. ഇവിടെ ക്ലബ്ബുകാരും അവരൊക്കെ ഒന്നും കൂടുതൽ മലപ്പുറം ജില്ലയല്ലേ, ഫുട്ബോൾ ബേസ്ഡ് ആണ് അധികം. ജേഴ്സികളാണ് ഇപ്പൊ ഏറ്റവും ട്രാക്കുകളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഓരോ ക്ലബ് ജേഴ്സികള് ഇതൊക്കെ അതിന് വേണ്ടിട്ട് നിങ്ങൾ സാമ്പിൾ വെച്ചിട്ടുള്ളത്. ഇത് ലിവർപൂളിന്റെ ജേഴ്സിയാണ്. അതുപോലെ റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, ഒരു അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പൊ മനസ്സിലായില്ലേ, 300 റേഞ്ച് മുതൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ടീം മീറ്റിങ്ങിനും, അങ്ങനെ ടീം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ് ആ ടീം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ഓഫീസ് ടീമിന്റെ മീറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലോഗോ ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ 300 രൂപ മുതൽ നിങ്ങൾ ചെയ്തു അല്ലേ? പല മെറ്റീരിയലും ഉണ്ട്. മെറ്റീരിയൽ അതായത് മെറ്റീരിയൽ ഇത് .net എന്ന് പറഞ്ഞ മെറ്റീരിയൽ. ഇവിടെ ഇങ്ങനെ പല സാമ്പിൾസ് ആവും. ഇത് നല്ല സൂപ്പർ മെറ്റീരിയൽ. ലിവർപൂളിന്റെ പഴയ ജേഴ്സിയാണ്. അതായത് സ്റ്റീഫൻ ജെറാർഡ്, ആള് റിട്ടയർഡ് ആയതാ. പിന്നെ അല്ലാതെയുള്ള കാഷ്വൽ ആയിട്ടുള്ള ജിമ്മിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടീഷർട്ടുകൾ ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള ട്രാക്ക് പാന്റുകളും കാര്യങ്ങളും ഉണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അൻവറിന്റെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വളാഞ്ചേരി, കുറ്റിപ്പുറം, മലപ്പുറം ആ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൾക്കായിട്ട് വാങ്ങുകയും ചെയ്യാം. നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്ത് വാങ്ങാം, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി വാങ്ങാം, നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വാങ്ങാം. പിന്നെ നമ്മുടെ ഓൺ ബ്രാൻഡ് ഉണ്ട് കേട്ടോ. AS1 ഗോൾ കീപ്പർ ഗ്ലൗസ്, ഗോൾ കീപ്പേഴ്സ് പ്രീമിയം ക്വാളിറ്റി ആണ്. ഫുട്ബോളിന്റെ ഗോൾ കീപ്പർ ഗ്ലൗസ്. ഈ ക്യാമറ എടുക്കുന്നവന് ഭയങ്കര ഫുട്ബോൾ കളിക്കാരനാണ്. ഇവൻ ജോലിക്ക് ചേർന്നിട്ട് ഫസ്റ്റ് എന്നോട് പറഞ്ഞത്, ബഷീർക്ക എനിക്ക് 5 മണിയാകുമ്പോ പോണോട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചെന്താ ചോദിച്ചപ്പോ എനിക്ക് കളിക്കാൻ പോണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ഞാനൊന്നും പറഞ്ഞില്ല, പോയിക്കോട്ടെ എന്ന് ചോദിച്ച പാവം. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ, ഇനി മോനൊന്നെങ്കിലും കളി അല്ലെങ്കിൽ കാര്യം അല്ലെങ്കിൽ ജോലി. പാവം. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സാധനം. നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ സാധനം. ഞാൻ മറ്റേ അവഞ്ചേഴ്സിലെ ഇൻഫിനിറ്റി വാറിലെ ആളെ പോലെ AS1 അല്ലേ? ഓൾ ഇന്ത്യ നമ്മളിത് മൊത്തം അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഗോൾ കീപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലിക്കറ്റ് FC-യുടെ അജ്മൽ ഉണ്ട്, നമ്മളെ സന്തോഷ് ട്രോഫി ഗോൾ കീപ്പർ ആണ്, അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെവൻസിലായിക്കോട്ടെ, നമ്മളിവിടെ ഹാർഡ് ഗ്രൗണ്ടുകളല്ലേ, അതിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. 3000 ആ റേഞ്ചിൽ പ്രൈസ് വരുന്ന സാധനമാണ്. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഷോർട്സ് ഒക്കെ 350 ആ റേഞ്ചിലാണ് അല്ലേ? നോർമൽ ഷോർട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബുകളുടെ ഷോർട്സുകൾ 150, 100 നോർമൽ കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിലുള്ള. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ നിങ്ങൾ എവിടെന്നാ സോഴ്സ് ചെയ്യുക? അപ്പൊ പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് പല യൂണിറ്റുകളും ഉണ്ട്, പല സപ്ലയേഴ്സ് ഉണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും ഇതുപോലുള്ള ഷോപ്പുകൾ തുടങ്ങാനുള്ള സ്പേസ് ഉള്ളവരാണെന്ന് വിചാരിക്കുക, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന്റെ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾ കൊടുക്കും. ബിസിനസ് നമ്മൾ തീരുമാനിക്കാനുള്ള നമ്മളെ ബിസിനസ്, നമ്മളെ വാല്യൂ ആണല്ലോ നമ്മളെ ബിസിനസ് വരാൻ. നല്ല ബഡ്ജറ്റ് ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുക, അതാണ് ബിസിനസിന് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഞാനൊരു ഇതുപോലത്തെ ഒരു ഷോപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കും, നിങ്ങൾ നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചെടുക്കുമോ? സ്റ്റോക്ക് ഇല്ല. ഇതെന്താ വെച്ചാല് നമുക്ക് ഇതൊന്നും നശിച്ചു പോകുന്ന സാധനങ്ങളല്ല, കേടന്നു പോകുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വന്ന വിലക്കിലും വിറ്റ് ഒഴിവാക്കാം. ഇത് പിള്ളേര് വന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ അഡിഡാസ് അങ്ങനത്തെ ബ്രാൻഡിന്റെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. ശരിക്കും നമ്മൾ ഇത് അഡിഡാസ് ഒക്കെ ബ്രാൻഡ് ലോഗോ വെച്ച് വരുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചില സാധനങ്ങൾ ഞാൻ ഇടൂല, കാരണം മെറ്റീരിയലിന് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യില്ല. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ സെലക്റ്റീവ് ആയിട്ട് പർച്ചേസ് ചെയ്യുള്ളൂ, എല്ലതും വാരി വലിച്ചെടുക്കില്ല. നമുക്കറിയാം ആളുകളുടെ ടേസ്റ്റ് നമുക്കറിയാം, അതിനനുസരിച്ചിട്ട് നമ്മളത് പർച്ചേസ് ചെയ്യുള്ളൂ. ഫുട്ബോൾ സ്റ്റഡുകൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ 650 ആ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരും. അങ്ങനൊരു 2000, 2500 വരെ വരുന്നുണ്ട്. ഇത് അൻജാന്ന് പറഞ്ഞ കമ്പനിയുടെ ബൂട്ടാണ്. അതുപോലെ ഫെലോ, നിവ്യ, പൈക്ക, അങ്ങനെ ഒരുപാട് നല്ല ഇന്ത്യൻ ബ്രാൻഡുകൾ ഇന്ന് വിപണിയിലുണ്ട്. ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 650 രൂപ മുതൽക്കാണ് അതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2000 വരെ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് അൻവറാണ്, വൺ ഓഫ് അവർ സ്പോൺസേഴ്സ്. 25 വർഷമായിട്ട് സ്പോർട്സ് ഫീൽഡിലുണ്ട്. എത്ര വയസ്സുണ്ട് അപ്പൊ? അത് മാത്രം കാണിക്കാം. അല്ല, 5 വയസ്സ് മുതൽ സ്പോർട്സ് ഫീൽഡിൽ, അപ്പൊ 30 വയസ്സായാലും അങ്ങനെ പറയാം. ആ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് നമ്മളെ റോൾ മോഡൽ. ഇങ്ങനെ കാഷ്വൽ സാധനങ്ങൾ നമ്മളിപ്പോ
അൻവറിന്റേതാണ് എടുക്കുന്നത്. അൻവറിന്റെ കടയുടെ പേരാണ് ഐവിൻ സ്പോർട്സ്. ഇതുള്ളത് വളാഞ്ചേരി. വളാഞ്ചേരിയിൽ മാത്രമല്ല നിങ്ങൾ. വളാഞ്ചേരി. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ബൾക്കായിട്ട് ആവശ്യമുള്ളവരും ബ്രാൻഡ് ചെയ്ത് വാങ്ങണം എന്നുള്ളവരും റീറ്റെയിൽ വാങ്ങണം എന്നുള്ളവരും കട സെറ്റ് ചെയ്യണം എന്നുള്ളവരും എല്ലാവർക്കും വിളിക്കാവുന്നതാണ്. കട സെറ്റ് ചെയ്യുന്നവരൊക്കെ വിളിക്കുമ്പോൾ ഡീലിങ്സ് നിങ്ങൾ തമ്മിലാണ് എന്നോട് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്.